പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ഭയങ്കര സംഭവങ്ങളൊക്കെയാണ് അല്ലേ. അനു ജിഫയിലും തമ്മിലുള്ള പ്രശ്നത്തിൽ അനു ഒരു കാര്യം പറഞ്ഞിരുന്നു, ഒരു വിവാദപരമായ കാര്യങ്ങൾ. അത് ലാലേട്ടൻ കൃത്യമായിട്ട് ചോദിക്കുകയും ചെയ്യും. സംഭവമൊന്നുമല്ല, ജിഫയിലിനൊപ്പം എന്തിനീ മൊണ്ണകൾ നടക്കുന്നു എന്നാണ് ചോദിച്ചത്. അത് വേറെ ആരുമില്ല, അഭിലാഷ് ഒഴിച്ച് ബാക്കിയുള്ളവർ. എനിക്ക് തോന്നുന്നു അനു ഇപ്പം മാറ്റി കാണും. അനീഷും അതുപോലെ നമ്മുടെ ഷാനവാസും ഇതൊന്നും ഇതിൻ്റെ കൂടെ വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണുമ്പോൾ, ലൈവ് കാണുമ്പോൾ മനസ്സിലാവുന്നത്. പക്ഷേ അനു എല്ലാവരും ഓടെയാണ് പറഞ്ഞത്. അത് കൃത്യമായിട്ട് അനു സമ്മതിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ലാലേട്ടൻ ആ വീഡിയോ കാണിച്ചു. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഉദ്ദേശിച്ചത് അനു അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയും, അപ്പം വീഡിയോ എടുത്ത് കാണിക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അനു ആദ്യമേ തന്നെ അത് പൊളിക്കുന്ന രീതിയിൽ തന്നെയാണ് അനു പറഞ്ഞങ്ങ് സമ്മതിച്ചു, ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ വീഡിയോയ്ക്ക് പ്രസക്തിയില്ല. ഏതായാലും വീഡിയോ കാണിച്ചു. അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം ഞെട്ടിയിരിക്കുന്നതൊക്കെ കണ്ടു. അപ്പം ഓരോരുത്തരും അഭിപ്രായം ചോദിക്കുമ്പം അനു അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ നമ്മൾ പുറത്തു നിന്ന് ലൈവ് കണ്ടു കഴിയുമ്പോൾ അനു പറഞ്ഞതിൽ ഒരു തെറ്റും ഇല്ല എന്നാണ് എനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുള്ളത്. കാരണം ജിഫേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ചുറ്റിപ്പറ്റിയാണ് ഇവരുടെ ഗെയിമെല്ലാം. ഇവർ സ്വന്തമായിട്ട് ഗെയിമൊന്നും നടക്കുന്നില്ല. ഒന്നേച്ച് അപ്പാനി ശരത്ത്, അക്ബർ, ആര്യന്, നവീന്, ഇവരൊക്കെ തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുക. അതിൻ്റെ കൂടെ റെന്ന ഫാത്തിമ എന്ന് പറയുന്ന ആ കുട്ടിയുണ്ട്. അത് നല്ല ഗെയിമറായിരുന്നു, മികച്ച ഗെയിം കളിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഇപ്പോൾ ജിഫേലിൻ്റെ കൂടെ നടക്കുക. ജിഫേൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിൽക്കുക. ഫരിക ഉണ്ടായിരുന്നു, ഫരിക കഴിഞ്ഞ എപ്പിസോഡിൽ മാറിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അനീഷാണ് മികച്ച ഗെയിമറായിട്ട് പറഞ്ഞത്. അപ്പോൾ അനു പറഞ്ഞത് ഏതെങ്കിലും സത്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് 100% സത്യമാണ്, അതാണ് ശരി എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം കൃത്യമായിട്ട് ലൈവ് കാണുമ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെ തന്നെയാണ്. ഇതിനകത്ത് വേറൊരു സംഭവമുണ്ട്. അത് ശരിവെക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അവർ മിനിഞ്ഞാന്നും കാണിച്ചത്. അപ്പോൾ ഇന്നലെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ഇവിടുത്തെ മികച്ച ഒരു മത്സരാർത്ഥിക്ക് സ്റ്റാർ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പം ഇവർ ഒന്നും ആലോചിച്ചില്ല. പ്രത്യേകിച്ച് അഭിലാഷ്, ആര്യന്, അക്ബർ, നവീന്, ഇവരൊന്നും ആലോചിക്കാതെ ഈ ജിഫേലിന് തന്നെ കൊണ്ടുവന്നാണ് സ്റ്റാർ കൊടുത്ത്. അപ്പം തന്നെ ജിഫേൽ ജയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന അനീഷിന് 4 സ്റ്റാറേ ഉള്ളൂ. ജിഫേലിന് 4 സ്റ്റാറായി. ഇവർ തന്നെ 4 പേര് കൊടുത്തു കഴിഞ്ഞപ്പോൾ 4 സ്റ്റാറായി. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഈ കൊച്ചുകുട്ടി റെന ഫാത്തിമ, ഇവരെന്ത് പറഞ്ഞാലും അതുപോലെ ചെയ്യാം. എന്നാൽ അവിടെ കുത്താൻ പറഞ്ഞാൽ കുത്തും. ചില വോട്ടർമാർ ചെയ്യുന്നില്ലേ, അതേപോലെ അവസ്ഥയാണ്. റെനയിൽ നിന്ന് ജിഫേലിന് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇവർ ചില മൊണ്ണകളാണ്. നമ്മളൊക്കെ പറയുന്നത് ഈ മണപ്പിച്ച് നടക്കുക എന്ന് പറയുന്ന രീതി തന്നെയാണ് ഇവർ പിന്തുടരുന്നതെന്ന് തോന്നുന്നു. കാരണം ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഇതിനൊരു അപ്പാനി ശരത്ത് മാറ്റിയൊന്ന് ചിന്തിച്ചു. അപ്പാനി ശരത്ത് സ്റ്റാർ കൊടുത്തത് അക്ബറിനാണ്. എനിക്ക് തോന്നുന്നു ഈ മൊണ്ണകൾ എന്ന് വിളിച്ചത് അപ്പാനി ശരത്തിന് അല്പം വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് തോന്നുന്നു. തൻ്റെ ആരാധകർ പുറത്ത് നിൽക്കുന്ന അവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചായിരിക്കാം അപ്പാനി അക്ബറിന് കൊടുത്തത്. അപ്പം ഏതായാലും ഇവരെ മൊണ്ണകൾ എന്നല്ലാതെ വേറെ എന്താ പറയുക അല്ലേ. അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പാവാടകൾ എന്ന് പറയും, അതേ അവസ്ഥയാണ്. ഇവർക്ക് വേറെ പണിയൊന്നുമില്ല. ജിഫേൽ എന്ന് പറയുന്ന ഒറ്റ ഗെയിമറെ ചുറ്റിപ്പറ്റി ഇവരിരിക്കുക. ഇവർ സ്വന്തമായിട്ട് ഗെയിം കളിക്കാൻ വന്നതാണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അക്ബറൊക്കെ മികച്ച ഗെയിമറാണ്. അക്ബർ ആയാലും നമ്മുടെ ആര്യനൊക്കെ ആണെങ്കിലും ടാസ്കിലൊക്കെ എന്ത് പ്രകടനം കാഴ്ചവെക്കുന്നത്. അതിനുശേഷം വന്നിരുന്ന് ജിഫേലാണ് മികച്ചത് എന്ന് 4 വട്ടം പറഞ്ഞുകൊണ്ടില്ല. ആര്യനൊക്കെ എന്താ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ജിഫേൽ പറയുന്ന ആര്യനാണ് മികച്ച ഗെയിമർ, ആര്യൻ പറയുന്നത് ജിഫേലാണ് മികച്ച ഗെയിമർ. ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ ആഴ്ചയിലെ ഏറ്റവും മികച്ച ഗെയിം ടാസ്ക് കളിച്ചതെന്ന് പറഞ്ഞാൽ ആര്യനും ഈ അക്ബറും ഒക്കെയാണ്. എന്നിട്ട് അവർക്ക് 2 വോട്ട്, ആര്യൻ എത്ര 2 വോട്ട്, അക്ബറിനെങ്ങാണ്ട് 1 വോട്ട്. അത് നമ്മൾ അപ്പാനി കൊടുത്തത്. അപ്പാനിക്ക് 2 വോട്ട്, അത് ബെന്നി കൊടുത്തെന്ന് തോന്നുന്നു. പിന്നൊന്ന് നോറയും പിന്നെ ആദിലും കൊടുത്തെന്ന് തോന്നുന്നു. ഷാനവാസ് ഏറ്റവും മികച്ച ക്യാപ്റ്റനായിരുന്നു കഴിഞ്ഞ ആഴ്ച.
നമ്മൾ 2 ക്യാപ്റ്റനെ കണ്ടുള്ളൂ. അതിലൊരു മികച്ച ക്യാപ്റ്റൻ, പല സീസണും കണ്ടതിൽ മികച്ച ക്യാപ്റ്റൻ, എല്ലാ കാര്യത്തിനും തീരുമാനം എടുക്കുന്ന, എല്ലാ കാര്യത്തിനും ഇടപെടുന്ന ഷാനവാസ് എന്ന് പറയുന്ന ക്യാപ്റ്റനെ നമ്മൾ കണ്ടു. പക്ഷേ ഷാനവാസിന് ഒറ്റ ഒരു വോട്ടാണ് കിട്ടിയത്, അത് അനീഷിൻ്റെ വോട്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, ഇവർ ഏത് ലോകത്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ജിഫേൽ എന്ന് പറയുന്ന ആ ഗ്രഹത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ ഉപഗ്രഹങ്ങളെല്ലാം നീങ്ങുന്നത്. ജിഫേൽ അവിടെ എന്ത് ചെയ്തു? ജിഫേലിനെ പറ്റി ടാസ്കിലൊക്കെ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചെന്ന് പറയാം. ഏത് കാര്യത്തിൽ ഇടപെടുന്നുണ്ട്? ജിഫേൽ ആകെപ്പാടെ ഇടപെട്ടെന്ന് പറഞ്ഞാൽ അനുവും ജിഫേലും തമ്മിലുള്ള പ്രശ്നം, അതുമാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ജിഫേൽ എന്തോ ഒരു വലുതാണ് എന്ന് വിചാരിച്ചിരിക്കുന്നതാണ് ഇവർ. തവളകൾ എന്ന് പറയത്തില്ലേ, ആ തവളകളുടെ വിചാരം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തോ സംഭവം, ജിഫേലിന് ചുറ്റിപ്പറ്റി നിന്ന് കഴിഞ്ഞാൽ എന്തോ സംഭവം നടക്കുന്നതായിട്ടാണ് തോന്നുന്നത്. എനിക്കറിയില്ല. ജിഫേൽ കഴിഞ്ഞ ആഴ്ച നടത്തിയതും ഈ വന്നതിന് ശേഷം നടക്കുന്നതെന്ന് പറഞ്ഞാൽ മേക്കപ്പ് സാധനങ്ങൾ വേണം, അതുപോലെ തന്നെ ട്രിഫ് വേണം. ഇതൊക്കെ തന്നെയാണ് ജിഫേലിൻ്റെ നിത്യേനയുള്ള പരിപാടി. അതുപോലെ എല്ലാവർക്കും ഉണ്ടാകുന്ന ആഹാരത്തിൽ നിന്ന് തനിക്ക് വേണ്ടി മാറ്റി വെക്കുക, വേറെ സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കുക, ഇതൊക്കെയാണ് ജിഫേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി. എന്നിട്ട് എല്ലാവരും കൂടി അപ്പാനി സ്ഥലത്തും എല്ലാവരും കൂടെ വന്ന് പരദൂഷണം പറയുക. ഇത് തന്നെ ജിഫേലിന് പിന്നെ മലയാളം നന്നായിട്ട് അറിയാൻ വയ്യാത്തതുകൊണ്ട് അപ്പാനി പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഈ ഗെയിം കളിക്കുന്നവർ ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അത് മൊണ്ണകളെന്ന് പറഞ്ഞ് യാതൊരു തെറ്റുമില്ല. ഇത് നമ്മൾ ലൈവ് കാണുമ്പോൾ എപ്പിസോഡ് കാണുമ്പോഴേ, എപ്പിസോഡിലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം കാണിക്കണമെന്നില്ല. ജിഫേൽ എന്ന് പറയുന്ന വ്യക്തിയെ ചുറ്റിപ്പറ്റി തന്നെയാണ്. അതുപോലെ അവിടെ ഏറ്റവും കൂടുതൽ എന്താ പറയുക, റൂള് ബ്രേക്ക് ചെയ്ത ഒരു മത്സരാർത്ഥി, ഏറ്റവും കൂടുതൽ വാണിംഗ് കിട്ടിയ മത്സരാർത്ഥി, അധികം ദിവസമൊന്നും ആയില്ലേ. ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് വാണിംഗ് കിട്ടി, ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്ന് വാണിംഗ് കിട്ടി. ഒരു എപ്പിസോഡിൽ നമ്മൾ ഇങ്ങനെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇത്രയും റൂള് ബ്രേക്ക് ചെയ്യുന്നത്, ഇത്രയും വാണിംഗ് കിട്ടുന്ന ഒരു മത്സരാർത്ഥി വേറെ ഇല്ല എന്ന് തോന്നുന്നു. എന്നിട്ട് ഇവരതൊന്നും ചോദ്യം ചെയ്യുന്നേയില്ല. എനിക്കൊന്ന് ഷാനവാസ് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഷാനവാസ് പറയുന്നുണ്ട് അനു ചെയ്തതാണ് ശരി, നിങ്ങൾ സ്ഥിരമായിട്ട് റൂള് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ ആരിനുമൊക്കെ ന്യായീകരിക്കാൻ ചെല്ലുന്നു. ഈ എന്താ നമ്മുടെ ജിഫേലിനെ, അക്ബർ, ആര്യന്, അപ്പാനി ശരത്ത്, ഏതെങ്കിലും നമ്മൾ ഈ പറയുന്ന പോലെ വല്ല കൂടോത്രം വല്ലതും ചെയ്തോടി. ജിഫേലിന് കൂടോത്രം വല്ല ഈ അപ്പാനിക്ക് ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല. ആ അവസ്ഥയാണ് കാര്യങ്ങൾ. ജിഫേൽ എന്ത് പറഞ്ഞാലും എഫ് എന്ന് പറയുന്ന ആൾക്കെന്ന് ആര്യനെ കാണാം. ഇവർ നേരത്തെ പരിചയമുണ്ടോ? ഇവരെല്ലാം കൂടെ നേരത്തെ പുറത്തു നിന്ന് ഇതെല്ലാം കൂടെ അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വന്നതാണോ? എനിക്ക് തോന്നുന്നില്ല. ഈ 10 ദിവസം കൊണ്ട് ഇവരൊക്കെ തമ്മിൽ ഇത്രയും വലിയൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല. ഇവർ നേരത്തെ തന്നെ ഇവരുടെ തെറ്റുകളെല്ലാം മറച്ചു പിടിക്കുന്ന രീതിയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ തെറ്റുകാരി എന്ന് പറയുന്ന ബിഗ് ബോസ് തുടങ്ങിയ പിന്നെ ജിഫേൽ തന്നെ. ചുമ്മാ ഇരുന്ന ജിഫേലിനെ കമ്പിട്ട് ഇളക്കി ഈ ഗെയിമിലേക്കൊക്കെ തിരിച്ച് കൊണ്ടുവരുന്നത് തന്നെ ഈ അപ്പാനി ശരത്ത് നോക്കിയാണ്. അതിനുശേഷം ബിഗ് ബോസിലെ ഹിന്ദി സീസണിൽ ജിഫേൽ പോയതുകൊണ്ട് ജിഫേൽ ഏതോ വലിയ സംഭവമാണെന്ന് ഓർത്താണോ ഇവർ നിൽക്കുന്നതെന്ന് അറിയില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ ഇവർ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഇതിന് പ്രയോജനം കിട്ടാൻ പോകുന്നത് ജിഫേലിന് മാത്രമാണ്. കാരണം കപ്പ് ഒരാക്കറ്റേ കിട്ടുന്നുള്ളൂ. ഇവരെല്ലാം കൂടെ തെള്ളി ജിഫേലിനെ തെള്ളി നിർത്തുക എന്ന് മാത്രമേ ഉള്ളൂ. ജിഫേലിനെ തെള്ളി മണ്ടയ്ക്കോട്ട് കയറ്റി നിർത്തുക, എന്നിട്ട് കപ്പും കൊടുത്ത് പറഞ്ഞു വിടുക. എനിക്ക് തോന്നുന്നു അപ്പാനിക്കും കൂട്ടർക്കും പറ്റിയ പണി അതാണെന്ന് തോന്നുന്നു. അല്ലാതെ ഇവർ കൃത്യമായിട്ട് ഗെയിമിലേക്ക് വരുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഇനി ഇവരാരെങ്കിലും കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ജിഫേലിന് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൊടുത്തിട്ട് പോകും അല്ലേ? ആ അവസ്ഥയാണ് ഇപ്പം കാര്യങ്ങൾ കാണുന്നത്. ഏതായാലും അനു കൃത്യമായിട്ട് ട്രാക്കിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ അനുവിൻ്റെ പ്രകടനം എങ്ങനെ ആകും എന്നതിനെപ്പറ്റി ആശ്രയിച്ചിരിക്കും. കരച്ചിൽ അല്പം അനു കുറച്ചാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ.